മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകണം. കെ.സി. വേണുഗോപാൽ കേരള മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ കെ സുധാകരൻ എം.പിയുടെ FB പോസ്റ്റ് അതുപോലെ ചർച്ചയാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഹൈക്കമാൻഡ് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഏതായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രി എന്ന വാക്ക് സുധാകരൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ ആ ഒരു നിർദ്ദേശത്തെ മറികടന്നുള്ള ഒരു പോസ്റ്റായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി എന്നിവരെ പോലെ ദൂരദർശിത്വമുള്ള നേതാവാണ് കെ.സി. വേണുഗോപാൽ എന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നേതൃത്വവും ആവശ്യമാണെന്നും സുധാകരൻ FB കുറിപ്പിൽ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് യുവ നേതാക്കൾ അടക്കമുള്ളവർ രംഗത്തെത്തി. സന്ദീപ് വാര്യർ, അലോഷ്യസ് സേവ്യർ, റോജി M. ജോൺ, പഴകുളം മധു തുടങ്ങിയവരാണ് കെ.സി. വേണുഗോപാലിനെ പ്രകീർത്തിച്ചത്. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ VV അരുൺ നൽകും. അരുണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടേ ഉള്ളൂ. നമുക്കറിയാം മെയ് 4-നാണ് വോട്ടെണ്ണൽ നടക്കേണ്ടത്. ആരാണ് മുഖ്യമന്ത്രി എന്നതൊക്കെ ചർച്ചയുണ്ടാകുക ഒരുപക്ഷെ അതിന് ശേഷമായിരിക്കാം. UDF അധികാരത്തിൽ വരുമോ എന്ന കാര്യത്തിൽ പോലും കൃത്യമായ ഉറപ്പുകളില്ല. ലഭിച്ചാൽ തന്നെ ചെറിയ ഭൂരിപക്ഷം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നിട്ടും അതിങ്ങനെ കലശലായി തുടരുകയാണ് കോൺഗ്രസിൽ, അല്ലേ, മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി? തീർച്ചയായിട്ടും കെ.സി. വേണുഗോപാലാണ് യോഗ്യൻ എന്നൊരു അജണ്ട സെറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം AP അനിൽകുമാർ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്, പാണക്കാട് എത്തിയിരുന്നു. അനിൽകുമാർ എന്ന് പറയുമ്പോൾ കെ.സിയുമായി ഏറ്റവും അധികം അടുത്ത ബന്ധം പുലർത്തുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാവ് കൂടിയാണ് AP അനിൽകുമാർ. ഒരേ സമയം അവർ നിയമസഭയിലെത്തി. അന്നു മുതലുള്ള വലിയ അടുത്ത ബന്ധമാണ് അനിൽകുമാറും കെ.സി. വേണുഗോപാലുമായി ഉള്ളത്. കെ.സി. വേണുഗോപാലിന് വേണ്ടി കാര്യങ്ങൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത അനിൽകുമാർ എന്നത് കോൺഗ്രസിനുള്ളിലെ പരസ്യമായ രഹസ്യമാണ്. ആ അനിൽകുമാർ പാണക്കാട് എത്തുന്നു, തങ്ങൾമാർ ഉൾപ്പെടെയുള്ളവരെ കാണുന്നു. പിന്നീട് അത് സൗഹൃദ സന്ദർശനം മാത്രമെന്ന നിലപാട് പുറത്തെടുക്കുന്നു. അതിന് പിന്നാലെയാണ് കെ സുധാകരന്റെ നീക്കം. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്ന് സുധാകരൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും അതായത് ലീഡർ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും വയലാർ രവിയും അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ പട്ടികയിലാണ്. ഇതിൽ വയലാർ രവി മാത്രമാണ് മുഖ്യമന്ത്രിയാകാതെ പോയ നേതാവ്. പക്ഷെ അദ്ദേഹം കേന്ദ്ര സർക്കാരിലടക്കം വളരെ പ്രധാനപ്പെട്ട പദവി വഹിച്ച നേതാവാണ്. ആ തലത്തിലേക്ക് ദൂരദർശിത്വമുള്ള നേതാവായാണ് കെ.സി. വേണുഗോപാലിനെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ സുധാകരൻ ഉയർത്തിക്കാട്ടുന്നത്. അതായത് മുഖ്യമന്ത്രി ആകണമെന്ന് അദ്ദേഹം നേരിട്ട് പറയുന്നെങ്കിൽ പോലും കെ.സി. വേണുഗോപാൽ തന്നെ കേരളത്തിൽ ഭരണം കിട്ടിയാൽ UDFനെ നയിക്കാൻ എന്ന കൃത്യമായ ഒരു സന്ദേശം ആവശ്യമാണ് കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. VD സതീശനെതിരെയുള്ള ശക്തമായ നീക്കത്തിന് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടെടുത്തയാളാണ് കെ സുധാകരൻ. അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും U-ടേൺ എടുക്കുകയാണ്, നിലപാട് മാറുകയാണ്. കെ.സി. വേണുഗോപാലിലേക്ക് എത്തുകയാണ് കെ സുധാകരൻ. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VD സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്നൊരു നിലപാടിന്റെ ഭാഗമായാണ്. VD സതീശനാണ് തന്റെ സീറ്റ് നിഷേധിച്ചതെന്ന ഒരു വിലയിരുത്തൽ, ഒരു വിശ്വാസം കെ സുധാകരനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കുമുണ്ട്. അതുകൊണ്ടാണ് VD സതീശനെതിരെ നീക്കമായി വേണം ഇതിനെ വിലയിരുത്താൻ. അതിന് തൊട്ടു പിന്നാലെ അതിന്റെ പിന്തുണയുമായി കോൺഗ്രസിലെ യുവ നേതാക്കൾ അടക്കം രംഗത്ത് വരുന്നു എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകളാണ് സന്ദീപ് വാര്യരും റോജി M. ജോണും പഴകുളം മധുവും. റോജി M. ജോൺ അങ്കമാലിയിൽ ജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അലോഷ്യസ് സേവ്യർ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. സീറ്റ് കിട്ടാത്തതിൽ വലിയ പ്രതിഷേധമുള്ള ഒരു യുവ നേതാവ് കൂടിയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിന്നീട് അത് തന്റേതല്ല എന്ന പതിവ് നേതാക്കളുടെ പല്ലവി പറയുകയും ചെയ്ത, അല്ലെങ്കിൽ ഇത് നിഷേധിക്കുകയും ചെയ്ത അലോഷ്യസ് സേവ്യർ ഉണ്ട്, പഴകുളം മധു ഉണ്ട്. റാന്നിയിൽ മത്സരിച്ച നേതാവാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഒരാളാണ്. സന്ദീപ് വാര്യർ BJP കോൺഗ്രസിലേക്ക് എത്തുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും സന്ദീപ് വാര്യറും ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ.സി. വേണുഗോപാലിന് അനുകൂലമായി രംഗത്ത് വരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട നീക്കമായി വിലയിരുത്താൻ കഴിയില്ല. വളരെ കൃത്യമായ ആസൂത്രിതമായ നീക്കമായാണ് ഇത് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. വളരെ കൃത്യമായി കെ.സി. വേണുഗോപാലിനെ ഈ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നു. സംസ്ഥാനത്ത് UDFന് ഭൂരിപക്ഷം കിട്ടുമെന്ന സൂചനകൾ വന്നതോടുകൂടിയാണ് ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചർച്ചകൾ വന്നത്. മുഹമ്മദ് ഷിയാസ്, എറണാകുളത്തെ DCC അധ്യക്ഷനെ കൂടിയായിരുന്ന മുഹമ്മദ് ഷിയാസ് എറണാകുളത്തുള്ള നേതാവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശനെ അനുകൂലിച്ചുകൊണ്ട്, പരോക്ഷമായി VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതിനുവേണ്ടി വിമർശനങ്ങൾ വ്യാപിക്കുന്നതടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് ഉയർന്നു വന്നു. അങ്ങനെ കോൺഗ്രസിലെ നേതാക്കൾ MLA മാരാകാൻ സാധ്യതയുള്ളവർ തന്നെ ഇപ്പോൾ തന്നെ സാധാരണ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചേർന്ന് അവരാണ്
ഈ സഭാ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത്, നയിക്കേണ്ട ആളെ തിരഞ്ഞെടുക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ MLA-മാരാകാൻ സാധ്യതയുള്ളവരും കോൺഗ്രസിലെ പ്രധാന നേതാക്കളും തങ്ങൾ പിന്തുണയ്ക്കാൻ പോകുന്നത് KC വേണുഗോപാലിനെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസ് സൃഷ്ടിക്കുക. കെ സുധാകരൻ അതിന് മുന്നിൽ നിന്ന് നയിക്കുന്നു. ആ പട നയിക്കാൻ കെ സുധാകരനെ തന്നെ രംഗത്തിറക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ VD സതീശനെതിരെ പട നയിക്കാൻ കെ സുധാകരൻ തന്നെ രംഗത്തിറങ്ങുന്നു. KC വേണുഗോപാലിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. വളരെ നിർണായക നീക്കമാണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്. സ്വാഭാവികമായും അതിനുശേഷം ഈ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സ് ഒക്കെ പിന്നീട് പൂട്ടി തരത്തിലും വിവരങ്ങളുണ്ട്. വലിയ വിമർശനം കെ സുധാകരനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാൻ AICC കത്ത് നൽകിയത് ഒരു കാരണവശാലും ഇത്തരം ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന തരത്തിലാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്, അതിനു മുമ്പ് ഇത്തരം ചർച്ചകൾ പാടില്ല എന്ന നിലപാടുമായി ബെന്നി ബെഹനാൻ രംഗത്ത് വന്നിരുന്നു. അസാധാരണമായ നീക്കങ്ങൾ കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് ഭൂരിപക്ഷം കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും നമുക്കറിയാം, ഇത്രയും നാൾ ഉണ്ടായ വിജയങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിച്ച ഒരാൾ കൂടിയാണ് VD സതീശൻ. സതീശന് മുഖ്യമന്ത്രിയാകും, കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം UDF-ന് കിട്ടിയാലെന്നുള്ള തരത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരവസരം കൊടുക്കണമെന്ന് വാദിക്കുന്നവർ പാർട്ടിയിലുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പേര് കൂടി അന്തരീക്ഷത്തിൽ ഉയർത്തുന്നത് നേതാക്കൾ. നമുക്കറിയാം, നേരത്തെ ആലപ്പുഴയിലൊക്കെ KC മത്സരിക്കുമെന്നുള്ള വാർത്ത ന്യൂസ് 18 നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായില്ല. എങ്കിലും ചില സീറ്റുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഒഴിഞ്ഞു പോകാൻ MLA-മാരൊക്കെ തയ്യാറാകും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ. അത്തരം ചില സൂചനകളും കോൺഗ്രസിൽ ലഭിക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.